ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം റംദാൻ്റെ വേറൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ റംദാൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ എന്താ പറയല്, ഒരു നമ്മളെ ഇഫ്താറും പിന്നെ അതുപോലെ കുറച്ച് റെസിപ്പിയും കാര്യങ്ങളെല്ലാം കേട്ടോ ഷെയർ ആണെന്നുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താ പറയുക, വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് ഒരു ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എന്താ പറയല് ഇതാക്കുന്നുള്ളത്. അപ്പം രാവിലെ ക്ലീനിങ് കാര്യങ്ങളിനെല്ലാം ആൻറ്റി ഉണ്ട്. അപ്പോൾ ആൻറ്റി വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോവും. പിന്നെ മോളെല്ലാം എണീച്ച് ചെറിയ ബേബി ഉണ്ട്. അപ്പോൾ ആ ബേബീനെ ഇതാക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് ചെടിക്കെല്ലാം സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ചെറുങ്ങനെ ചൂട് ആ ഒരു ഇത് വരുന്നുണ്ട്, തണുപ്പെല്ലാം അങ്ങനെ കുറഞ്ഞു പോയിട്ട് പോകുന്നുണ്ട്. അപ്പം മുന്നെങ്കിൽ ചെടിക്ക് അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട വരുന്നില്ല, കാരണം നല്ല തണുപ്പുണ്ടായതാണ്. അപ്പോൾ ഇപ്പം ചൂടായതുകൊണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ കുക്കിങ്ങിലേക്ക് പോയാൽ മതി. അപ്പം അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ്. അപ്പം നെജു ഉണ്ട് പെരയിൽ. നെജുവിന് ഓഫീസിൽ ലീവാണ്. അതുപോലെ മക്കൾക്കും ആനുവൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓർക്ക് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസം ലീവ് ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു എക്സാം ഒന്നെങ്കിൽ ഒരു സ്റ്റഡി ലീവും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇനി എക്സാമിൻ്റെ അങ്ങനത്തെ എല്ലാം തലച്ചൂടിലാണ് കേട്ടോ. നോമ്പും എക്സാമും അങ്ങനെ പോകുന്നുള്ളത്. മൈഷാൻ്റെ പ്രശ്നമില്ല, മാഷാഅല്ലാ ഓൾ തന്നെ പഠിച്ചോളും. പക്ഷെ മന്നുക്ക് നമ്മൊന്ന് സപ്പോർട്ട് ചെയ്യണം. മൈഷാക്ക് പിന്നെ ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഓൾറെഡി ഓൾ ട്യൂഷൻ പോകുന്നുണ്ട്. അപ്പം മന്നൊക്കെ നമ്മൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നല്ലേ, അപ്പം ഓൾക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത്ര തന്നെ. അപ്പം ഇതാണ്. ഒന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് വേണം കിച്ചണിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം അൽഹംദുലില്ലാ ഓൾറെഡി ആൻറ്റി സെറ്റപ്പെല്ലാം ആക്കി തന്നിട്ട് പോയി. അപ്പം പ്ലാന്റ്സിന് വെള്ളമൊഴിക്കുന്ന കണ്ടിട്ട് മന്നു ഹെൽപ്പാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. മന്നുവിന് മൈഷാക്കൽ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഹെൽപ്പാക്കുന്ന കാര്യത്തിലെല്ലാം. ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി തരും, പിന്നെ എന്താ പറയല് എന്തെങ്കിലും ക്ലീൻ ആക്കി തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി തരും. എല്ലാത്തിനും ഹെൽപ്പെല്ലാം ആക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നെജു അങ്ങനെ കേട്ടോ, എനിക്ക് കിച്ചണിലൊക്കെ എല്ലാം ഹെൽപ്പെല്ലാം ആക്കി തരും. ജ്യൂസെല്ലാം ഇപ്പോൾ റംദാനിന് ജ്യൂസെല്ലാം അടിക്കുന്ന സ്പെഷ്യലിസ്റ്റാണ് നെജു. ജ്യൂസെല്ലാം അടിക്കാൻ എന്താ പറയല് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടും അടിപൊളി ജ്യൂസെല്ലാം നെജു ആക്കി കിട്ടാം. അപ്പോൾ ഇപ്പം ഹെൽപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പം മോളെ ഞാനൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ രണ്ടാളുടെ എന്താ പറയല് ബ്യൂട്ടീഷ്യൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര എടുത്തുവെച്ചാലും എന്ത് സാധനം എങ്ങനെയെങ്കിലും ഒരു എടുത്തിട്ട് എല്ലാം ഇതാക്കൂട്ടാ. എന്താ പറയുക ഒരു 2 വീക്സ് കൂടുമ്പോൾ എനിക്ക് പണി അതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വെക്കലാണ്. മിററും എല്ലാം എന്താ പറയല് മിററിനെല്ലാം മേക്കപ്പ് കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഒരു പ്രധാന ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നെ ഒരു സാധനമാക്കിയ പെണ്ണു മക്കൾ പിന്നെ അങ്ങനെയല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ടാണ്. അപ്പം ഇന്ന് സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികവും നമ്മൾ എണ്ണയിൽ ഇട്ടത് കഴിക്കാതിരിക്കലാന്ന് ബെറ്റർ എന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേങ്കിൽ അത് നോമ്പ് തുറക്കുമ്പോൾ ആ എണ്ണയിൽ ഇട്ടതൊന്നും ഇല്ലെങ്കിൽ കാണാനൊരു പാങ്ങുമില്ല. അപ്പോൾ ഒരു സങ്കടം ആവും, എന്തെങ്കിലും ആക്കായിരുന്നു അങ്ങനെ വിചാരിക്കും കേട്ടോ. എന്നാലും ആക്കും. അപ്പോൾ ഇന്ന് ചെമ്മീൻ ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ച് എന്താ പറയല് ഒന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാം, പിന്നെ ചെമ്മീനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് ചെമ്മീൻ അടിയാന്ന് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായത്. പിന്നെ നിസ്കരിച്ചിട്ടെല്ലാം ആയിട്ട് വന്നിട്ടാണ് വീണ്ടും കയറുന്നുള്ളത്. അതിനെക്കൊണ്ട് ഓൾറെഡി ഞാൻ എന്താ പറയുക ചെമ്മീനെല്ലാം ചെറിയ കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അതുപോലെ കട്ട്ലറ്റിൻ്റെതെല്ലാം ഓൾറെഡി ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എണ്ണയിലിടേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും കട്ട്ലറ്റ് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ റെസിപ്പിന്ന് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ചെമ്മീനടെ ഉണ്ടാക്കുന്ന റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഞാൻ ചോപ്പാക്കി. ഇതടുത്ത് വാങ്ങിച്ച ചോപ്പറാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. വലുതുണ്ട്, പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് നോമ്പിനെല്ലാം പെട്ടെന്ന് ചോപ്പാക്കിയിട്ട് എടുക്കട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് പാൻ വെക്കുക, അതിലേക്ക് ഓയിലിട്ട് കൊടുക്കുക. അത് ചൂടായിട്ടാകുമ്പം ഉള്ളി ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താ പറയുക മസാലക്കാക്കുന്ന പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി മസാലക്കെല്ലാം ആക്കുന്നില്ല
കാണുന്നില്ലേ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, നല്ലോണം മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് ടേസ്റ്റിനായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതിലൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഉള്ളീൻ്റെ ഒരു കളറ് മാറുന്നവർക്കും ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എത്ര എരിവിന് ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായി. പിന്നെ ഇതിലേക്ക് വേണ്ട മസാല ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് അധികം തന്നെ ഇട്ടു കേട്ടോ, കാരണം ചെമ്മീനാണ്. അപ്പോൾ അതിനെ കൊണ്ട് ആ ഒരു മസാലയ്ക്ക് അത്യാവശ്യം എരിവ് വേണം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മസാലപ്പൊടി വേണ്ട. മീനല്ലേ, നോർമൽ പോലെ ചിക്കനോ അങ്ങനത്തതല്ല, മീനായതുകൊണ്ട് അധികം മസാല ഇല്ലാത്തതാണ് കേട്ടോ നല്ലത്, പ്രത്യേകിച്ചിട്ട് ചെമ്മീനിലാകുമ്പോൾ. പിന്നെ ഇത് ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ചെമ്മീൻ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ടായി. അപ്പം അതും ഇതിലിട്ട് കൊടുത്തിട്ട് അതും കൂടി നല്ലതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ചെമ്മീന് അധികം വേവൊന്നും വേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കട്ടോ. അപ്പോൾ ഇതാ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഇങ്ങനത്തെ അപ്പലം ഉണ്ടാക്കുമ്പോൾ ഈ ഗരം മസാല അല്ലെങ്കിൽ വേറെ കൂടുതലുള്ള മസാല എല്ലാം ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത്. അപ്പത്തിനൊരു ടേസ്റ്റ് വേണമെങ്കിൽ നല്ല സിമ്പിളായിട്ടുള്ള മസാലയാണ് കേട്ടോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ മസാലപ്പൊടി ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് ആ തിന്നുമ്പം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഈ അടച്ച് വെച്ചിട്ടാകുമ്പം ആ ചെമ്മീനിലത്തെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് വരും. അതാണ് അതിൻ്റെ മെയിൻ. വെള്ളമൊന്നും എക്സ്ട്രാ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇതാ തുറന്നിട്ടാകുമ്പോൾ ചെമ്മീനിലത്തെ ആ വെള്ളം എല്ലാം ഇതാ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി തുറന്ന് വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. അപ്പം ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി, നല്ലോണമല്ല എന്നാലും അത്യാവശ്യം വറ്റിയിട്ട് ഈ ചെമ്മീനെല്ലാം ഒന്ന് മസാല റെഡി ആയിട്ട് വരും കേട്ടോ. ഒരു തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അട റെഡിയാക്കാനുള്ള മാവ് റെഡിയാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഡബിൾ ഹോസിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്, പത്തിരിപ്പൊടി, നോർമൽ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് പച്ചവെള്ളം കുഴച്ചിട്ടിട്ടാ, നമുക്ക് ഈ നോമ്പിനെല്ലാം ഈ പച്ചവെള്ളം കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ നമുക്ക് എളുപ്പം. ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ച് ചൂടെല്ലാം ആറുന്നവർക്ക് വെയിറ്റ് ആകുന്നത്, അതിനെക്കാട്ടി നല്ലത് നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പൊടിയാണ്. അപ്പോൾ ഇത് ഡബിൾ ഹോസിൻ്റെ പൊടിയാണ് കേട്ടോ, പച്ചവെള്ളത്തിൽ പെട്ടെന്ന് തന്നെ കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലത്തെ ഒരു കവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നല്ല കവറിൽ കിട്ടുമ്പോൾ ഞാൻ എന്താക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരിക്കും വേണ്ടിയിട്ട് മുറിച്ചിട്ട് എടുത്തു വെക്കും കേട്ടോ. നമുക്ക് ഈസിയാണ് ഇത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. പത്തിലെല്ലാം ചൂടും, പത്തല്, നെയ്പ്പത്തിരി അതെല്ലാം ചൂടുമ്പോൾ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇതാണ് കാരണം, നമുക്ക് മഞ്ഞച്ചപ്പലോ അല്ലെങ്കിൽ വായൻ്റെ ചപ്പലോ ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക ഡയറക്റ്റ് ഇതിൽ പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി മുന്നേ സിൽവർ ഫോയിലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ആക്കാൻ നോക്കി, പരീക്ഷിച്ചിട്ട് നോക്കാൻ നോക്കി. നേരെയെങ്കിലും നല്ലത്, ഫ്ലോപ്പായെങ്കിൽ ആ ഒരു രീതിക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതാക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ആ ഒരു കവറിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആക്കുന്നത്, അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൈയോടെ തന്നെ പ്രസ്സാക്കുക. അപ്പോൾ കൈയോട് അറിയാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക പത്തേല് പ്രസ്സറില്ലേ അതിനോടാക്കിയാൽ മതി കേട്ടോ. ഞാൻ ക്യാമറ വെച്ചത് കുറച്ച് ഇതായിപ്പോയി, ഞാൻ എഡിറ്റാക്കുന്ന സമയത്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നുള്ളത്. ക്യാമറ കുറച്ച് വെച്ചത് ഇതായിപ്പോയി, അതിന് സോറി പറയുന്നു ഞാൻ. അപ്പോൾ ഇത് കൈയോടെ തന്നെ ഒന്ന് ഇതുപോലെ ഒരു ആടൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളെ ചെമ്മീൻ്റെ ആ ഒരു മസാല ഇട്ട് കൊടുക്കുക, ഇതാക്കാം. പേടിച്ചുകൊണ്ട് ഉണ്ടായിട്ടാ ഞാൻ ഇത് റെഡി ആവൂലേ, കാരണം വായൻ്റെ ഇലയോ അല്ലെങ്കിൽ മഞ്ഞച്ചപ്പലിൻ്റെ ഇലയോ ഒന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നല്ലേ. അപ്പം മനസ്സിലൊരു പേടി ഉണ്ടായി, ഇത് ശരിയാവൂലേ, ഇനി ഇത് പ്രസ്സാക്കിയിട്ട് ഇതാക്കുമ്പോൾ പൊട്ടിപ്പോവോ, ഫ്ലോപ്പായി പോവോ, അങ്ങനത്തെ എല്ലാം ഒരു പേടി ഉണ്ടായിനി. പക്ഷേ അൽഹംദുലില്ലാ നല്ല അടിപൊളിയിൽ തന്നെ വന്നിട്ടാണ്. അപ്പോൾ ഇത് നേരെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. നല്ലൊന്ന് ക്ലോസ് ആക്കി കൊടുക്കട്ടോ, അല്ലെങ്കിൽ ക്ലോസ് ആക്കിയില്ലെങ്കിൽ അതിൻ്റെ മസാല എല്ലാം വേവുന്ന സമയത്ത് പുറത്തിലേക്ക് വരും. അതിനെ കൊണ്ട് അതിൻ്റെ തല്ലയുണ്ടല്ലോ അതെല്ലാം നല്ല ഇതുപോലെ പ്രസ്സാക്കിയിട്ട് നല്ല ക്ലോസ് ആക്കിയിട്ട് കൊടുക്കുക.
അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണയും കൂടി ഇട്ടുകൊണ്ട് തന്നെ അത് നല്ല പെട്ടെന്ന് വന്നിട്ടുണ്ടായി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്ന് ശ്രമിച്ച് നോക്കാം. ശ്രമിച്ചിട്ട് ചില സമയം ഫ്ലോപ്പായി പോവും. പറയുന്ന പോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ ചിലത് ശരിയായി കിട്ടുമ്പോഴാണ് നമുക്ക് അതിനെ കൊണ്ടറിയുന്നത്. പിന്നെ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. നമ്മൾ എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സക്സസ് ആയെങ്കിൽ അത് അൽഹംദുലില്ലാ നല്ലതല്ലേ. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തിയത്. നോക്കാം ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ ആക്കിയെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് സത്യം ഈ ഒരു ഞാൻ ഡയറക്റ്റ് തന്നെ ട്രൈ ചെയ്തതാണ് കേട്ടോ. ഇത് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ സത്യം എനിക്ക് ബേജാറായി പോയിട്ടേനു. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിലാണ് കേട്ടോ ഞാനിത് ഇറങ്ങിയിട്ടുണ്ടായത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, കട്ട്ലറ്റെല്ലാം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ ചെമ്മീൻ ഉണ്ടാക്കണ്ടേ, എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. എന്താ പറഞ്ഞെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഇലയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതിനെ കൊണ്ട് ഡയറക്റ്റ് തന്നെ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ നല്ല എന്താ പറയുക, നല്ല രസത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇത് രണ്ടാമത്തത് ഞാനാക്കി നല്ല പാങ്ങിൽ അതിൻ്റെ തല്ലെല്ലാം നല്ല പാങ്ങിൽ ക്ലോസ് ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നല്ല പ്രസ്സാക്കി കൊടുക്കുക. പിന്നെ ഓപ്പൺ ആക്കിയിട്ടാകുമ്പം ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കൈയോടെ തന്നെ വെച്ചിട്ട് ഡയറക്റ്റ് ഒന്ന് ക്ലോസ് ആക്കിയിട്ട് കൊടുക്കുക, ഒന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കുക. അതന്നെ. പിന്നെ ഞാൻ നമ്മൾ സമൂസൻ്റെ ഇതുണ്ടല്ലോ, അതിനോട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്യൽ സക്സസ് ആയെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് ഈസി അല്ലേ. അപ്പോൾ ഇതിൽ ചെയ്യാൻ ഈസി എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമൂസൻ്റെ അതെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. കാരണം ഓൾറെഡി ഓയിൽ ഉണ്ടായതുകൊണ്ട് പൊട്ടിപ്പോവില്ല. പക്ഷേ ഒരു ഇതുണ്ടായിനി, എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പ്രസ്സാക്കിയിട്ടാകുമ്പോൾ വന്നിട്ടുണ്ടായി, കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടായി. പക്ഷേങ്കിൽ അത് ഉള്ളിലോട്ട് പ്രസ്സാക്കാത്തതുകൊണ്ട്, അതായത് ഈ എന്താ പറയുക, ഈ പ്രസ്സറിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മാവ് ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് പിന്നെ ആ ഒരു മാവ് നമുക്ക് തേഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിന് കേട്ടോ. അതിൻ്റെ ആ ഒരു ഷേപ്പും അതും ഇതും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായി. പക്ഷേങ്കിൽ അതിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് പോവാത്തതുകൊണ്ട് മാത്രം ഇതുപോലൊരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ടായി. അത് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് എക്സ്ട്രാ അതായത് വെച്ചിട്ട് ഒന്നതിന് ക്ലോസ് ആക്കിയിട്ട് കൊടുത്ത്, എന്നാണെങ്കിൽ ആവി ഉണ്ടാകുമ്പം പിന്നെ അതിൽ നിന്ന് അത് പൊട്ടിയിട്ട് പുറത്തിലേക്ക് വന്നേക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് രണ്ടാമത്തെ ലെയർ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സിൽവർ ഫോയിൽ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് അതിൻ്റെ മേലെ കൂടി വെച്ച് കൊടുത്തിട്ടാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് ബാക്കി ഉണ്ടായി. അത് ഞാൻ എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഇട്ടിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ടാണ്. ലാസ്റ്റ് എക്സ്ട്രാ ഉണ്ടായത് ഞാൻ അങ്ങനെ ആക്കി. അപ്പോൾ ഇത് ഫുൾ വെച്ച് കൊടുത്തിട്ട് ഇത് ഒരു 25 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോമ്പെല്ലാം തുറക്കുമ്പോൾ ഇങ്ങനത്തെല്ലാം ആവി എണ്ണയിലിടുന്നതിനെക്കാട്ടി ഇങ്ങനത്തെല്ലാം എന്നിട്ടാ നല്ലത്. നമുക്ക് ആരോഗ്യത്തിനൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഇത് ഡെയിലി ഓയിലിൻ്റെ സ്നാക്കാകുമ്പോൾ നമുക്ക് അതും ഒരു പ്രശ്നമാണ് നമ്മളെ ബോഡിക്കെല്ലാം. ഇതാവുമ്പം ആവിയിലാകുമ്പോൾ നമുക്ക് ഹെൽത്തിയുമാണ്, ഓയിലില്ല, നല്ലതുമാണ്, നമുക്ക് വയറ് ഫുള്ളാവുന്നുണ്ട്. നല്ല ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ ആവിയിൽ വേവിച്ച സ്നാക്ക്. ഇനി ഇത് എന്താ പറയുക, തീയിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നേരത്തെ ഞാൻ ഓൾറെഡി കട്ട്ലറ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്ന്. അപ്പോൾ ഇതും കൂടി ഞാനൊന്ന് എണ്ണയിൽ ഇട്ട് എടുക്കാമെന്ന്. എല്ലാവർക്കും അറിയുന്ന ഒന്ന് കട്ട്ലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് ബീഫ് കട്ട്ലറ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇത് ഷെയർ ആക്കണ്ടെന്ന് വിചാരിച്ച്. ഓൾറെഡി ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും സ്നാക്കും കാര്യങ്ങളെല്ലാം അറിയുന്നതല്ലേ. പ്രത്യേകിച്ചിട്ട് നോമ്പിനാവുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയല്ലേ
കട്ട്ലറ്റ്. പിന്നെ അധികം ആൾക്കാർ ഫേവറേറ്റ് ആയിരിക്കും ഈ കട്ട്ലറ്റ് സമൂസ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊന്ന് വെച്ച്, നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കൻ നഗറ്റ്സ് എല്ലാം ആക്കുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞിട്ടാ ഇനി ജ്യൂസിൻ്റെ പരിപാടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ജ്യൂസെല്ലാം നെജു അന്ന് ഉണ്ടാക്കൽ. നെജു നല്ല അടിപൊളി ജ്യൂസാക്കും കേട്ടോ. ഷേക്ക് ജ്യൂസെല്ലാം നെജുവിൻ്റെ പരിപാടിയാണ്. അപ്പം ജ്യൂസ് നെജു ഉണ്ടാക്കും. ബാക്കി അപ്പം, ഫ്രൂട്ട്സ്, പിന്നെ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഞാൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ നോക്കിയിട്ടാ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം റെഡിയാണ്. ഞാൻ പേടിച്ചുകൊണ്ടുണ്ടായി, ഇല ഇല്ലാത്തതുകൊണ്ട് പൊട്ടിയിട്ട് വരുമെന്ന് ഒന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാങ്ക് കൊടുക്കാനായി എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ ബാൽക്കണിയിലിരുന്നിട്ടാ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളില്ല, പെട്ടെന്നാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നത് മക്കളെ ഇങ്ങോട്ടേക്ക് ഇടുന്നു നോമ്പ് തുറക്കാമെന്ന്. അങ്ങനെ അവർ ഫ്രണ്ടിൻ്റെ പെരയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സെയിം ഫ്ലാറ്റ് പക്ഷേങ്കിൽ താഴെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നോമ്പ് തുറക്കാൻ പോയി രണ്ടാളും. അപ്പോൾ ഞാൻ നെജുവേലു. അപ്പോൾ ഒരു ഡേറ്റിംഗ് പ്ലസ് എന്താ പറയുക നോമ്പ് തുറ രണ്ടുമായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് അല്ലേ, നല്ല രസമാണ് അവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ക്ലീനിങ് മഗ്‌രിബെല്ലാം നിസ്കരിച്ച് ഓതിട്ടെല്ലാം ആയിട്ടിട്ടാണ് ഞാൻ കയറിയത്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടത് തന്നെ ക്ലീൻ ആക്കുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് ഈസി അല്ലേ. ഇത് പിന്നെ മക്കളും അങ്ങോട്ടേക്ക് പോയി. പിന്നെ എന്താ പറയുക കുറച്ച് സ്ലോലിയാണ് ഞാൻ ബാക്കിയെല്ലാം ആക്കിയത്. ഉറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഇല്ലൂ അതിനെക്കൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്ലോലി തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ പാത്രമെല്ലാം കുറച്ച് അധികം തന്നെ കഴിയാനുണ്ടായി. അപ്പം അത് ഞാൻ നിസ്കരിച്ചിട്ട് ഓതിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം ആക്കുന്നുള്ളത്. പിന്നെ മക്കളില്ലാത്ത ആദ്യത്തെ നോമ്പ് പറയാന്ന് കേട്ടോ ഞങ്ങളത്. ഇത്രയും ഇതായിട്ടും എല്ലാ നോമ്പിനും രണ്ടാളും കൂടെ തന്നെ ഉണ്ടാകലുണ്ട്. മാഷാഅല്ലാ ഇപ്പം 3-4 കൊല്ലമായി ഫുൾ കംപ്ലീറ്റ് നോമ്പ് നോക്കിയിട്ട്. മൻഹ ഈ അടുത്താണ്, ഈ പ്രാവശ്യമാണ് എന്താ പറയുക നോമ്പ് നോക്കാൻ വേണ്ടി തുടങ്ങിയത്. ആകെ ഒന്നേ വിട്ടിട്ടില്ല, ബാക്കിയെല്ലാം ഓള് നോക്കിയിട്ടുണ്ടായി മാഷാഅല്ലാ. അപ്പോൾ അങ്ങനെ രണ്ടാളും ആദ്യമായിട്ടാണ് നോമ്പ് തുറക്കുന്നത് നമ്മളൊക്കെ ഇല്ലാതെ പിന്നെ എന്താ പറയുക വിട്ട് നിന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആയുർവേദ, എനിക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ഉണ്ടായത്. ഏകദേശം എടുത്ത് പകുതിയോളായി. അപ്പോൾ ഇപ്പം കടിവസ്ത്യ അങ്ങനെ എന്തോ വന്നിട്ടാ ഇപ്പോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ നെജു നെജു കാറിലിരുന്ന് ഞാനിത് കയറി. കോട്ടക്കല്ലാണ് എൻ്റെ പേരിൻ്റെ കുറച്ച് അപ്പുറം തന്നെയാണ് കേട്ടോ ഇത് വരുന്നുള്ളത്. നല്ല സ്റ്റാഫും നല്ല ഡോക്ടറും നല്ല ഇതാണ്, നല്ല എന്താ പറയുക നല്ലൊരു ഇതാണ്. ഇപ്പം എനിക്ക് നല്ലോണം കുറവുണ്ട്, നല്ല ബാക്ക് പെയിൻ ഉണ്ടായി. അൽഹംദുലില്ലാ ഇപ്പം നല്ല കുറവുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ. മക്കളില്ലാത്തതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അതിനെക്കൊണ്ട് ഞാൻ സ്നാക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കാനും ഈ പറഞ്ഞ പോലെ നമ്മൾ പേരൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ചൈനീസ് ഫുഡാണ്.